നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷത്തിൽ യോഗങ്ങളെക്കുറിച്ചാണ്. ദ്വിഗ്രഹ യോഗങ്ങളും ത്രിഗ്രഹ യോഗങ്ങളും നാം ചർച്ച ചെയ്തു. ഇനി നാം ചർച്ച ചെയ്യുന്നത് ചതുർഗ്രഹ യോഗങ്ങളാണ്. ചതുർഗ്രഹ യോഗങ്ങളിൽ നാം 3 യോഗങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും ശനിയും കൂടെ നിന്നാലുള്ള ഒരു യോഗമാണ്. വളരെയധികം മേന്മകൾ ഈ യോഗത്തിൽ പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആദ്യം യോഗം ശ്രദ്ധിക്കുക. വിഷമ ശരീരോ ഹ്രസ്വോ ധനരഹിതോ യാജിദാശനോ മൂർഖഃ ഗമ്യ സർവസ്യ തഥാ രവി ശശി കുജ സൗരി സംയോഗേ. ഇവിടെ സംയോഗം എന്നാൽ കൂടിച്ചേരൽ, 4 ഗ്രഹങ്ങളുടെ കൂടിച്ചേരൽ. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ശനി. ഒരു നല്ല ഫലമല്ല ഈ യോഗത്തിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിന് ഉയരം കുറവായിരിക്കുമെന്നാണ് പറയുന്നത്. ശാരീരികമായി ഹ്രസ്വ ഗാത്രനാണ്, ചെറിയ ശരീരം, പൊക്കം കുറഞ്ഞ ശരീരത്തോടു കൂടിയുള്ളവനായും. വിഷമശരീര, ശരീരത്തിന് പല അവയവങ്ങൾക്കും ഏറ്റക്കുറച്ചിലുകൾ, യൂണിഫോമിറ്റി ഇല്ലായിരിക്കും. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും. യൂണിഫോമിറ്റി സാധാരണ ഒരു ശരീരത്തിന് കാണുന്ന എല്ലാവിധ ക്രമത്വം, അംഗങ്ങളുടെ ക്രമത്വം കാണപ്പെടില്ല. അതാണ് വിഷമശരീര. പലപ്പോഴും ശരീരത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ധനരഹിത, ഇദ്ദേഹം ദരിദ്രനായിരിക്കും. ധനരഹിത ഭവതി. യാജിദാശന, പലപ്പോഴും അന്യരോട് യാചിച്ചുകൊണ്ട് തൻ്റെ ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടാകും. അതിനാൽ തന്നെ ഭക്ഷണ വിഷയങ്ങളിലൊക്കെ തന്നെ ദാരിദ്ര്യമുള്ള ഈ വ്യക്തി പലരോടും കടം ചോദിക്കുകയോ ദാരിദ്ര്യം യാചിക്കുകയോ കൈ നീട്ടുകയോ ചെയ്യേണ്ടി വരും. മൂർഖ സ്വഭാവമാണെങ്കിലോ മൂർഖ സ്വഭാവവും പ്രകടിപ്പിക്കും. വിദ്യയില്ലാത്തവനുമായി ഭവിക്കും. അതിന് പുറമേ എല്ലാവർക്കും അധീനനായിരിക്കും ഈ വ്യക്തി. പലപ്പോഴും തൻ്റെ ഒരു ശക്തി, പൗരുഷം അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. അതിനാൽ അന്യർക്ക് അധീനപ്പെട്ട് ജീവിക്കേണ്ടി വരും ഈ ചതുർഗ്രഹ യോഗമെന്നാണ് ഇവിടെ ആചാര്യൻ സാരാവരിയിൽ നമുക്ക് നൽകുന്ന സന്ദേശം. നമസ്തേ.